വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതാ ഞാനും മമ്മിയും കൂടി രാവിലെ തന്നെ അമ്പലത്തിൽ വന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ കയറിയത് ഗണപതി അമ്പലത്തിലാണ്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതാ ഈ ഒരു അമ്പലം വരുന്നത്. ഇത് കാരിക്കോട് ഭഗവതി ക്ഷേത്രമാണ്. തൊടുപുഴയാണ് സ്ഥലം. ഇന്നെന്താണേലും അമ്പലം നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. എനിക്ക് ഈ അമ്പലത്തിലെ ഏറ്റവും ഇഷ്ടം ഇതിലെ അമ്പലക്കുളമാണ് കേട്ടോ. നമ്മുടെ ശിവന്റെ ആ ഒരു പ്രതിഷ്ഠയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു കുളം വരുന്നത്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഈ ഒരു കുളത്തിന്റെ അകത്തായിട്ടൊരു കിണറുണ്ടെന്നാണ് പറയുന്നത്. ഒരു വലിയ കിണർ ഈ ഒരു ഭാഗത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. നിറയെ വെള്ളമാണ്. നല്ല രസമുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കുളം കേട്ടോ. ഒരു വൃത്തിയുടെ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. സാധാരണ ഈ അമ്പലത്തിൽ വരുമ്പോൾ ഞാൻ പൊരിയൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വിട്ടുപോയിട്ട് അതുകൊണ്ട് അവർക്ക് പൊരി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ തൊഴുതിറങ്ങിയിട്ട് കുറച്ച് നേരം അമ്പലത്തിൽ ആ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് മനസ്സിന് നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ കേട്ടോ. അങ്ങനെ ഇതാ കുറേ നേരം ഞാനും മമ്മിയോട് കൂടി അവിടെ ഇരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ അടുത്ത ബസ്സിന് കയറി വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ വന്ന സമയത്ത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. കാരണം അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് മമ്മിയുടെ വക സേമിയ പായസം ഉണ്ടാക്കി തന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം സേമിയ പായസമാണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് ആഘോഷിച്ചിട്ടുണ്ട്. ഞാനൊരു കേക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയതാണ്. അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് വാങ്ങിക്കുന്ന അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു. പെട്ടെന്ന് കിട്ടിയൊരു സമ്മാനമാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യമേ ഞാൻ പപ്പായ്ക്കാണ് കൊടുക്കുന്നത്. പപ്പായ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ടൊരു നാണം കേട്ടോ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വന്നു. പിന്നെ ഇതാ പപ്പായ്ക്കാണ് ആദ്യമേ കേക്ക് കൊടുത്തത്. പിന്നെ ഇതാ ഞാൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പപ്പ എനിക്കും തന്നു. പിന്നെ ഇതാ മമ്മിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇതുവരെ കാണാത്ത ഒരാളായിരിക്കും കേട്ടോ. ഇതാണ് അച്ചു കേട്ടോ. അപ്പോൾ അച്ചുവാണ് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് തന്നത്. അപ്പോൾ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അനിയൻ വന്നു. അവൻ വന്നപ്പോഴത്തേക്കും ഇതാ അങ്ങോട്ടും കൊടുത്തു ഇങ്ങോട്ടും കൊടുത്തിട്ട് മേത്ത് മുഴുവൻ തേച്ചിട്ടാട്ടോ പോയത്. പിന്നെ അതൊക്കെ ഞാൻ തൂതുകളെയാണ് ചെയ്തത്. സാധാരണ ഇന്ന് കേക്ക് മുറിച്ചെല്ലാം എൻ്റെ മേത്ത് തേക്കണം. പിന്നെ ഇത് അച്ചു കൊണ്ട് തന്ന സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. പൂമ്പാറ്റയൊക്കെ പറന്നു വന്നപ്പോഴത്തേക്കും അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ. അത് അച്ചു തന്നെ ഉണ്ടാക്കിയതാണ് എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് പൊട്ടിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് അതിൽ ഫോട്ടോസായിരുന്നു. എൻ്റെ ഫോട്ടോസ് പഴയ ഫോട്ടോസൊക്കെ തൊട്ട് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. നിറയെ ചോക്ലേറ്റ് കേട്ടോ. പിന്നെ അത് അച്ചു തന്നെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. അപ്പോൾ ഇതാണ് എനിക്കിത് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാനാണെങ്കിൽ വൈകുന്നേരം ഒന്ന് എടുത്തു വെച്ച് നോക്കുമായിരുന്നു. തുറക്കുമ്പോൾ തന്നെ എൻ്റെ വലിയൊരു ഫോട്ടോ, പിന്നെ അതിൻ്റെ ചെറിയ ഫോട്ടോ, നിറയെ ചോക്ലേറ്റ്. ആദ്യമായിട്ടുണ്ട് സത്യം പറഞ്ഞ ലൈഫിൽ ഇതുപോലൊരു ഗിഫ്റ്റ്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നു. ഭയങ്കര ഹാപ്പിയാട്ടോ ഞാൻ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് കുറേ നേരം നോക്കുന്നുണ്ട്. അത് ഇങ്ങനെ എടുത്ത് വെക്കാൻ എനിക്ക് തോന്നണില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ കാണാൻ തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡ്രസ്സ് കേട്ടോ. അപ്പം ഞാൻ ഇതിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇത് അച്ചുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അഞ്ജു എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ടൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.